ഹായ് നമസ്കാരം. അപ്പം ഇന്ന് അടിപൊളി ഒരു മോർണിംഗ് റൊട്ടീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും കണ്ടു നോക്കണം. രാവിലെ തന്നെ ചോറ് വെക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കുക കേട്ടോ. ഞങ്ങൾ റൈസ് കുക്കറിലൊന്നും ചോറ് വെച്ച് കഴിക്കത്തില്ല. ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അത് ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. നമുക്കൊരു വർക്കിംഗ് സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെ ചോറ് വെക്കും. പിന്നെ നമ്മൾ തലേന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനമൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. തലേന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാം നേരത്തെ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് പോകണമായിരുന്നു. അപ്പോൾ പോയിട്ട് ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് വന്ന പാടെ തന്നെ കിച്ചണിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചില്ല. അതെടുത്ത് വെക്കണം. പിന്നെ ആദ്യം ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു. ചായ ഇട്ടിട്ട് പയ്യെ ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാതെ എന്ത് ചെയ്താലും ഒരു മൂഡ് റെഡിയാവത്തില്ല. ചായ കുടിക്കണം. നല്ല ശീലമാണെന്നൊന്നും അറിയത്തില്ല, എന്നാലും കുഞ്ഞിലേ തൊട്ട് കുടിക്കുന്നതല്ലേ. ചായ കുടിക്കുമ്പോൾ നല്ല ഒരു എനർജി കിട്ടും. അപ്പം ചായ കുടിച്ചിട്ടൊക്കെ എല്ലാം ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ചായ ഇടുക. കുഞ്ഞുങ്ങളാരും എഴുന്നേറ്റില്ല കേട്ടോ. കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ഒന്നും എഴുന്നേറ്റിട്ടില്ല. ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നത്, അതുകൊണ്ട് ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാൻ എഴുന്നേറ്റ്, നമ്മൾ താമസിച്ച് ലേറ്റായിട്ട് കിടന്നാലും നമ്മൾ എഴുന്നേൽക്കണമല്ലോ, എല്ലാം റെഡി ആവണമെങ്കിൽ. അപ്പം ഞാൻ എഴുന്നേറ്റ് കുറച്ച് വെജിറ്റബിൾസും ഓയില്, തൈര് അതൊക്കെയാണ് വാങ്ങിച്ചത്. നമ്മൾ സാധനമൊക്കെ ഒരു മാസത്തേക്ക് ഒരുമിച്ച് എടുക്കും. എന്നാൽ ഈ പച്ചക്കറിയും പിന്നെ കുറച്ച് സാധനമൊക്കെ തീരുമല്ലോ. അപ്പം അതൊക്കെയൊന്ന് വാങ്ങിക്കുക. പച്ചക്കറിയൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ വാങ്ങിച്ചതാ. പിന്നെ തൈരൊക്കെ തീരാറായില്ല. അരക്കുപ്പിയോളം ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ വാങ്ങിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഐസ്ക്രീം കുടിക്കുന്ന പോലെ കോരി കഴിക്കും. അപ്പം അതുകൊണ്ട് നേരത്തെ ഒരു പാക്കറ്റും കൂടെ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് ഫ്രിഡ്ജിലോട്ടൊക്കെ ഇങ്ങ് വെക്കുക. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അങ്ങ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. അങ്ങനെ പച്ചക്കറി എല്ലാം ഒന്ന് തൽക്കാലത്തേക്കൊന്ന് കണ്ടെയ്നറിലോട്ടൊന്ന് മാറ്റി വെക്കുക. അതിന് ടിഷ്യൂ ഒക്കെ വെച്ച് ഒന്ന് വെച്ചാലേ അത് വൃത്തിയാവുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ഈർപ്പം ഒക്കെ തട്ടി അതങ്ങ് പെട്ടെന്ന് ചീത്തയായി പോവും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത്രയും ഭാഗം ഒന്ന് വൃത്തിയാകാൻ വേണ്ടി എല്ലാം ഒന്നെടുത്ത് മാറ്റി ഒന്ന് വെക്കുക. കുഞ്ഞൊരു വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച്. കാരണം ലെങ്ത് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിലോ, അതുകൊണ്ട് ഞാൻ കുഞ്ഞായിട്ടുള്ള വീഡിയോസേ എടുക്കുന്നുള്ളൂ. എടുത്ത് വരുമ്പോൾ നല്ല ലെങ്ത് ആയിരിക്കും. പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ കട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് കുറയും. എന്നാലും എനിക്കൊരു ടെൻഷനായോ, ഒരുപാട് ലെങ്ത് കൂടിപ്പോയോ. പിന്നെ ചിലതൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. വീഡിയോ ഒക്കെ എല്ലാവരും കാണണം. നിങ്ങൾ കമൻറ്റ് ഇടണം. കമൻറ്റ് എന്തായാലും ഇടണം. മോശം കമൻ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ള കമൻ്റൊക്കെ ആണെങ്കിലും സാരമില്ല. മിസ്റ്റേക്സൊക്കെ പറഞ്ഞു തരുമ്പം തിരുത്തി പോവാമല്ലോ. അപ്പോൾ ഒരു കമൻറ്റ് ഇടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റ് വായിക്കുന്നത്. അതുകൊണ്ട് ആ കമൻറ്റ് ഇടണം. അപ്പോൾ ചായയൊക്കെ റെഡിയായി കേട്ടോ. ചായ ഞാൻ കുടിച്ച് എന്നിട്ട് എൻ്റെ ഈ പച്ചമുളകിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് കളയുക. ഞെടുപ്പ് മീൻസ് തണ്ട്. അതിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞു വെക്കുക. അപ്പം ഓരോരുത്തർ പറയുന്ന കേൾക്കാം അതിൻ്റെ ആ ഞെടുപ്പ് കളഞ്ഞു വെക്കാമെങ്കിൽ കുറേ നാളത്തേക്ക് കിടക്കുമെന്ന്. അപ്പം അതുകൊണ്ട് ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് പിന്നെ മീൻ വന്നതാണ് കേട്ടോ. മീൻ നമ്മുടെ ആ മുറ്റത്ത് തന്നെ വരും, ആ റോഡിൽ തന്നെ കൊണ്ടുവരും. കുറേ സൈസ് മീൻ കാണും. പെട്ടിയെട്ടുകയിലായതുകൊണ്ട് കുറേ സൈസ് മീൻ കാണും. അപ്പം നമുക്ക് ഇഷ്ടത്തിന് വാങ്ങിക്കാം. അപ്പം ഇന്ന് കൊഞ്ചുണ്ടായിരുന്നു. പിന്നെ പൂമീനെന്നും പറഞ്ഞൊരു മീനുണ്ടായിരുന്നു. അത് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം അതുണ്ടായിരുന്നു. ചൂരയുണ്ടായിരുന്നു, അയലയുണ്ടായിരുന്നു. അങ്ങനെ കുറേ മീനുണ്ടായിരുന്നു. അപ്പം ഞാൻ കൊഞ്ച് വാങ്ങിച്ച്. കൊഞ്ച് തീയൽ വെക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് കഴിക്കാൻ. അപ്പം അതൊന്നും ഇന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ സാമ്പാറിനുള്ള പച്ചക്കറി ഒന്ന് അരിയുക. രാവിലെ ദോശയും സാമ്പാറുമാണ്. അപ്പം സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് സാമ്പാർ വെക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിക്കും, വയറ് നിറച്ച് കഴിക്കും. അവർക്ക് സാമ്പാറും
ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ അത് കുഞ്ഞു ദോശയായിട്ട് ചുടുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. തട്ടുകട സ്റ്റൈലിൽ കിട്ടുമല്ലോ. അപ്പം അതേപോലെ നല്ല ചൂട് ദോശയും നല്ല തിളച്ച സാമ്പാറും, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറും ദോശയും കൂടെ ഒരു കുഞ്ഞായിട്ടൊരു ചൂട് മാറിയിട്ട് അങ്ങ് കഴിക്കും. നല്ല തണുത്ത് കാസറോളിൽ ഇങ്ങനെ വെച്ച് തണുത്ത് പിന്നെ കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കാസറോളിൽ ഇങ്ങനെ ചുട്ട് വെക്കും. എന്നിട്ട് ഞാൻ ചൂടോടെ അപ്പം ചുട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കതാ ഇഷ്ടം. പിന്നെ ദാണ്ടെ വെള്ളമൊക്കെ തിളച്ച്, അപ്പോൾ വെള്ളം തിളച്ചപ്പം അരി ഇടുക. രാവിലെ അരി വെക്കാൻ തുടങ്ങിയാൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം നേരത്തെ പണി തീരണമെങ്കിൽ അരിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണിയും കഴിയും. അരി വേകുന്നതൊക്കെ അല്ലേ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പം അത് രാവിലെ ചായ കുടിച്ചൊക്കെ കഴിയുമ്പോഴേ അങ്ങ് അരി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അരിയിട്ട് പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകുക. വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഒരുപാട് പണിയൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ ലേറ്റായെന്ന് പറഞ്ഞില്ലയോ, ഇല്ലെങ്കിൽ ഞങ്ങൾ തലേന്നേ മീൻ വാങ്ങിച്ച് വെക്കും. അപ്പോൾ തലേന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് വെക്കാം, രാവിലെ കുക്ക് ചെയ്താൽ മതിയല്ലോ. ഇതിപ്പോൾ തലേന്നൊന്നും കിട്ടില്ല. ചില ദിവസം അങ്ങനെ ആയിട്ടോ, ചില ദിവസം കിട്ടാത്ത ദിവസം പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ക്ലീൻ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ അന്നേരമായിരിക്കും. പിന്നെ മിക്കവാറും കൂടുതൽ ദിവസവും തലേന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുക, പണികളൊക്കെ ഒതുക്കുക. കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ജോലിയൊക്കെ തീരാമെങ്കിൽ പിന്നെ അവരുടെ കൂടെ ഇരിക്കാമല്ലോ. അങ്ങനെയൊക്കെ ഈ മാവ് കണ്ടോ, ദോശമാവ് നല്ല സോഫ്റ്റാട്ടോ, നല്ല സോഫ്റ്റ് മാവാ. നല്ല പഞ്ഞി പോലെ, നല്ല പഞ്ഞി പോലെയാണ്, എന്നാൽ നല്ല മൊരിഞ്ഞ ദോശയായിരിക്കും കിട്ടുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ തലേന്ന് അപ്പത്തിൻ്റെ പോലെ തന്നെ തലേന്ന് ഉപ്പിടത്തില്ല കേട്ടോ. ഉപ്പിടുന്നത് അന്ന് രാവിലെ ആയിരിക്കും ഉപ്പിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുളിയും കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ ദോശ ചെയ്യുമ്പോൾ നല്ല പുളിയായിരിക്കത്തില്ല. അപ്പോൾ അത് തലേന്ന് ഉപ്പിടുന്നത് കൊണ്ടാണ്. നമ്മൾ കൈവച്ച് കലക്കിയിട്ട് പിറ്റേ ദിവസം ഉപ്പിടുകയാണെങ്കിൽ വലിയ പുളി കാണത്തില്ല. അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശ ചുട്ടെടുക്കുക കേട്ടോ. ഇതെനിക്ക് വേണ്ടിയാണ്. ബാക്കിയുള്ളവർക്കുള്ള ദോശയൊക്കെ ചുട്ട് വലുതാണ്. ചൂടെടുത്തിട്ട് സഹിക്കാൻ വയ്യത്. അതുകൊണ്ട് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി, ആ ഉടുപ്പൊന്ന് മാറ്റിയിട്ട് സാധാ ഒരു ടീഷർട്ട് എടുത്തിട്ട്, ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇത്രയും പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഓടിയാൽ മതി എന്നുള്ളത്, അത്രയ്ക്ക് ചൂടാണ്. പിന്നെ ആ സാമ്പാറിനൊന്ന് കടുക് വറുത്ത് ഇട്ട്, പിന്നെ ഞാൻ പുറത്തെ കാഴ്ച കേട്ടോ, പുറത്ത് രാവിലെയുള്ള കാഴ്ചയാണ്. ചുമ്മാ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ, രാവിലത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.